പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അടുത്താണ് ഞാനൊരു പാഷൻ ഫ്ലോറ എന്നുള്ള സംഭവം കേൾക്കണം കേട്ടോ. അത് തൈ ഒരു ചെടിയാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ പാഷൻ ഫ്രൂട്ടിൽ നമുക്ക് ആ ഒരു ഫ്രൂട്ട് കായ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു പാഷൻ ഫ്ലോറയിൽ പേര് പോലെ തന്നെ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പൂ മാത്രമാണ്, ചെടി ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു ചെടിയൊക്കെ കാണാൻ കറക്റ്റ് നമ്മുടെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ പേരും പിന്നെ ഫ്ലവർ ആണെങ്കിലും ചിലതുണ്ട് പാഷൻ ഫ്ലോറ കറക്റ്റ് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലുണ്ടാകും. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ. നല്ലൊരു ബ്ലഡ് റെഡ് കളറാണ്. അതിൻ്റെ പൂ വരുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വാടിയിട്ടോ. പക്ഷേ ഭയങ്കര രസമുള്ളൊരു പൂവാണ്. ആകെ 2 പൂവേ ഇരുന്നിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ പൂവാണ് കേട്ടോ അത്. പിന്നെ രാവിലെ വിചാരിച്ചു ഒരു വെണ്ണപ്പഴം പറിച്ച് വെക്കാമെന്ന്. ഇപ്പോൾ പറിച്ചാൽ ചിലപ്പോൾ മരത്ത് നല്ല പഴുത്ത് അങ്ങനെ വീണ് കിട്ടാറുണ്ട്. ചിലപ്പം മഴ ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ വീഴുന്ന സമയത്ത് പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ പിന്നെ ചിലത് അങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പറിച്ച് വെക്കാമെന്ന്. ഏട്ടന് ആദ്യമൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, തീരെ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റിലാണെന്നൊക്കെ ഇങ്ങനെ ഏട്ടനിങ്ങനെ ഓരോന്ന് കണ്ടറിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കാത്ത മനുഷ്യനായിരുന്നു. അപ്പം ഏട്ടനെ കൊണ്ടുപോകാമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ഓരോന്ന് അത്യാവശ്യം നല്ല മൂത്ത കാണുമ്പോൾ ഒന്ന് പറിച്ച് മാറ്റി വെച്ചാണ്. ഇതാണ് നമ്മളുടെ മണിമുല്ല. മണിമുല്ല തന്നെ. ഇതിൻ്റെ തന്നെ ഒന്ന് ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അധികം വളർച്ചയില്ലാത്തത് കൊണ്ട് ഒരു തൈ പിടിച്ച് ഈ നിലത്തിട്ടതാണ്. ഇതെന്താ അത്? തേങ്ങയോ? ഇതെന്താ? വെണ്ണപ്പഴം, ബട്ടർ ഫ്രൂട്ട്. ചുട്ടിന് വേണോ? ഈ ചുട്ടിന് വേണോ? കഴിച്ച നല്ല രസം ഉണ്ടാവും. പഴപ്പിക്കാൻ വെക്കണം. നല്ല രസം ഉണ്ടാവും. ഉണ്ടേ. ജ്യൂസ് അടിച്ചു തരാം. ജ്യൂസ് അടിച്ചിട്ട് തരാം. ഷെയ്ക്ക് അടിച്ചാലോ? അമ്മ കുടിക്കല്ല, നിച്ചോട്ടും കുടിക്കണം. വേണം. ഇപ്പൊ സമയം എത്രയാ? 9:10 9:00യോ? നിച്ചോട്ടിന് 9:10 മാത്രം അറിയുള്ളൂ. വാ നീച്ചു വാ. അമ്മ പതിക്കണില്ല, അമ്മ എണീറ്റതാണേ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എന്താ പണി ചോദിച്ചോക്ക്? സുഖാണോ? ആ നിച്ചൂട്ടൻ? നിച്ചൂട്ടനോടെ എന്തെന്നാടാ നീ പറയുന്നേ? അത് തിരുന്നിരുന്ന എങ്ങനെ കാണൂ ഞാൻ? അതെന്താ പറഞ്ഞെടുക്ക? ഓരോ കളറുകൾ എടുത്ത് പറ. ആ അതല്ല, ഇതേതാ കളറ്? വെരി ഗുഡ്. ഇതോ? ആ ഓക്കെ. ഇതോ? ഓഞ്ചിയോ? ആ ഇത് കറക്റ്റ്. ഇതെന്താ? ആ പിന്നെ ഇതോ? അതാ നീല. ഇതെന്താ കളർ? ഇതെന്താ കളറാ പറ. മറന്നുപോയോ? ഇതെന്താ കളർ പറ. ചുവപ്പ്. ഇതോ? ഇന്നാ എണീച്ച് വന്നപ്പോഴത്തേക്ക് 9 മണി ആയിട്ടായിരുന്നു കേട്ടോ. ചില ദിവസം 9:30 ചിലപ്പോൾ 7 മണിക്ക് 7:30 അങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല. ചിലപ്പോൾ 6:30 എണീക്കും. അങ്ങനെയൊക്കെയാണ്. അവൻ ചിലപ്പോൾ ഉറങ്ങണ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ തലേ ദിവസം അവൻ പകൽ കുറേ നേരം കിടന്നുറങ്ങിയിട്ട് രാത്രി കിടക്കാനായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു കുറേ വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട്. അങ്ങനെ പൊതുവെ ലേറ്റായിട്ട് കിടക്കുമ്പോൾ അവൻ ലേറ്റായിട്ട് എണീക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നേരത്തെ കിടന്നാലും അവൻ ലേറ്റായിട്ട് എണീക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പെറുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ പേരക്കമാങ്ങയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടുമാങ്ങ ചേച്ചി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പേരക്കമാങ്ങയായപ്പോൾ ആർക്കും നാട്ടുമാങ്ങ വേണ്ട, നാട്ടുമാങ്ങ ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ കേട്ടോ. അപ്പോഴും ചേച്ചി പറഞ്ഞു, നോക്കിക്കോ ഈ പേരക്കമാങ്ങ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടുമാങ്ങയുടെ ഡിമാൻഡ് കയറുന്നു. അതേപോലെ തന്നെ ഇപ്പം നാട്ടുമാങ്ങ പെറുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പം മധുരം വെച്ചു കേട്ടോ. ആദ്യം നല്ല പുളിയായിരുന്നേ. ഒരു നടുക്കത്തൊരു മാവുണ്ട്, ഒരു കുഞ്ഞു ഇതിനെക്കാട്ടും ചെറിയ മാങ്ങയാണ്. അത് ഭയങ്കര പുളിയായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ നല്ല മധുരം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പോയി കഴിച്ചു നോക്കിയത് ആ മാങ്ങ. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മധുരം വെച്ചിട്ട് നല്ല രുചിയായിട്ടുണ്ട്. ഈ തോലോടൊക്കെ വേണമെങ്കിലും കഴിക്കാം. നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു തോല് ഭയങ്കര നൈസാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു താഴത്തെ മാവുണ്ട്, അത് ഇത്രയും കൂടെ തോല് ഭയങ്കര കട്ടി, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ നേരെ താഴെ മാങ്ങുണ്ട്. അതിൻ്റെ തോലാണെങ്കിലും ആ ഒരു മാങ്ങയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പൊടിയുള്ളൊരു മാങ്ങ എന്ന് പറയില്ലേ, പൊടി മാങ്ങ എന്നാണ് പറയുക. അത് നല്ലൊരു നല്ല മധുരമാണ് ആ ഒരു മാങ്ങ. പക്ഷേ ഇത്തവണ അതിലധികം കായില്ല. മാങ്ങ ഉണ്ടായിരുന്നില്ല. എനിക്കിന്നൊരു 3-4 കിട്ടിട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് എല്ലാം 3 ടേസ്റ്റ് ചെയ്തു. പേരക്കമാങ്ങ എന്താണെന്ന് അറിയില്ല, നല്ലോണം കുറേ മാങ്ങ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ കഴിച്ചാണ്. ഞാൻ അന്ന് വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റ് മാറിയത് കൊണ്ടാണെന്നറിയില്ല, ഫുൾ മഴയായിരുന്നില്ലേ, അത് മാറി വെയിൽ വന്നപ്പോൾ ഇപ്പം അതിൽ പെറുക്കണയിലൊക്കെ പുഴു.
അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് ആ ഒരു സമയത്ത് മഴ സമയത്തൊക്കെ എന്തോരം മാങ്ങ കഴിച്ചു, അങ്ങനെ പുഴുവേ ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ കടിച്ചൊക്കെ കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ. ഇപ്പം നമുക്ക് അങ്ങനെ കടിച്ച് കഴിക്കാനേ പറ്റില്ല കേട്ടോ, കാരണം മിക്ക എടുക്കുന്നതിലൊക്കെ പുഴുണ്ട്. ഈ നാട്ടുമാങ്ങയിൽ അങ്ങനെ ആ ഒരു അധികം പുഴുവൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ഉണ്ടോ കുറച്ചിങ്ങനെ ഒരു കളറൊക്കെ വെച്ച് കാണാൻ തന്നെ ഈ ഒരു മാങ്ങ രസാട്ടോ. ഇത് പണ്ട് മഴക്കുഴി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വരുമ്പോഴേ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നിരന്നൊഴുകില്ല. അപ്പോൾ ഇവിടെ ഒരു കുഴി വെച്ചാൽ അതിലേക്ക് കുറേ വെള്ളം നിൽക്കുമല്ലോ. അതിലാണ് ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ ഇങ്ങനെ വന്നിട്ട് കൊണ്ട് വീണിട്ട് പെടുക്കാൻ പഠിച്ചിട്ട് അതിൽ തന്നെ കിടക്കണം. കുറേ മാങ്ങയ്ക്ക് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ട് ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി വെക്കാതെ വെച്ചിട്ടാണ്. ഈ മാങ്ങ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നടുക്കൊരു മാവുണ്ട്, ആ മാവിൽ മാങ്ങക്ക് ഭയങ്കര കട്ടിയാണ്, അതിൻ്റെ തൊണ്ടിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുക എങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ ഉടച്ചുണ്ടാക്കും. അതിൻ്റെ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമർത്തി എന്നിട്ട് അതിൻ്റെ മേലെ വശത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ ഇതേപോലെ ജ്യൂസ് കിട്ടും കേട്ടോ. അതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ആക്കിയതാണ്. ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിച്ച് നേരെ വായിരിക്കാനാക്കി. അപ്പം നല്ല രസമാണ് കേട്ടോ. നിച്ചു മാങ്ങ കഴിക്കാത്ത ആളാണ്. ഇവിടെ ഇത്രയും മാങ്ങ കേട്ടോ. എത്ര മാസമായി ആ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്ന് 2 മാസമായിട്ട് നല്ലോണം മാങ്ങുണ്ട്. മകൻ വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു 1-2 കുഞ്ഞ് കഷ്ണം മാങ്ങ മാത്രമാണ് നിർബന്ധിച്ച് കഴിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇതേപോലെ ആക്കി കഴിച്ച് കൊടുത്തപ്പോൾ ഒരു 3 മാങ്ങ അങ്ങനെ കുഞ്ഞു മാങ്ങേൻ്റെ ജ്യൂസ് അങ്ങനെ കഴിച്ചു കേട്ടോ. കുറേ നിർബന്ധിച്ചിട്ടാണ് അത്ര പറയും. എന്നിട്ട് അച്ഛൻ പറയുന്നത് ഇത്രയും മാങ്ങ കേട്ടോ, ഈ കുട്ടി എന്താ കഴിക്കാത്തതെന്ന് അറിയില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് എങ്ങനെയൊക്കെയോ അവനെ കൊണ്ടൊരു 3 മാങ്ങേൻ്റെ ജ്യൂസ് കുടിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല ചാരു ഇഷ്ടമാണ്, ചാരു നല്ലോണം ആ ഒരു മാങ്ങ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കടിച്ചടിച്ചായിരിക്കും. പക്ഷേ ഈ മാക്രി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ജ്യൂസ് കണ്ടോ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് തന്നെ കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഭയങ്കര പൊളിച്ചായിരുന്നു ഈ പഴുത്ത് വീഴുന്ന തുടങ്ങിയ സമയത്ത്. പിന്നെ നിശ്ചിത അച്ഛൻ്റെ ഒപ്പം കുറേ നേരം കളിച്ചു. അതിന് ശേഷം അവർ രണ്ടും കൂടെ അംഗനവാടി പോകണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനവാടി പോവുകയും ചെയ്തിട്ട് പോണ വഴിക്ക് അവൻ കാട്ടിയ പണിയത്. അമ്മ കുറച്ച് കപ്പ അങ്ങനെ ഉണക്കാട്ടിരുന്നു, അത് തട്ടിമറിച്ചവൻ പോയി. അവൻ എന്തും ഭയങ്കര വികൃതിയാണ്. മുറ്റത്ത് എന്തിട്ട് കഴിഞ്ഞാൽ അമ്മ കൊണ്ടാട്ടൊക്കെ ഉണക്കാൻ വേണ്ടി ഇടും. ഈ കയ്പ്പയ്ക്കയും പയറും മുളകൊക്കെ കൂടെ ഒക്കെ അവൻ മുറ്റത്തുണ്ടെങ്കിൽ അവൻ തട്ടിക്കളയും. നമ്മൾ എത്ര വിചാരിക്കാണ്ട് ഓർക്കാപ്പുറത്തായിരിക്കും. ഇപ്പം അമ്മ അവനെ കാണുമ്പോൾ മിക്കവാറും കഴിവതും അവൻ മാറ്റി വെക്കാൻ നോക്കുന്നതൊക്കെ. പക്ഷേ ചിലപ്പോൾ അറിയാണ്ടിട്ട് മറന്നുപോയില്ലേ മാറ്റി വെക്കാൻ. അങ്ങനത്തെ സോങ് തട്ടിക്കളണ്ടാവുക. പിന്നെ കിട്ടിയ മാങ്ങയ്ക്ക് ഇതേപോലെ ഞങ്ങൾ കൊട്ടയിലാക്കി. പിന്നെ അമ്മ കുറച്ച് മുളക് പറിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉപ്പിലിട്ട് വെച്ചു, കുറേ കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കി. ഇതൊക്കെ തീരണ്ടേ. അപ്പം അമ്മ പറഞ്ഞത് എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നമ്മളെ വെള്ളമുളകും കൂടെ പറിച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഇത്രയും മാങ്ങയുണ്ട്. അപ്പം അമ്മ അച്ഛൻ ബീനാച്ചിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ആരൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെല്ലാം വരുന്ന ചോദിക്കുമ്പം അങ്ങനെ കൊടുക്കും കേട്ടോ. അതല്ല കേട്ടോ രസം. ഇത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച അമ്മായിയും, അതായത് എൻ്റെ അമ്മായിയും അമ്മായിൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അവർ വന്നിട്ട് വലിയ എത്ര 2-3 വലിയ കവറിൽ, വലുത് നമ്മളൊരു അരപ്പൊക്കള വലിയ കവർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കവറിൽ കുറേ മാങ്ങ പെറുക്കി വെച്ചു. അങ്ങനത്തെ വലിയൊരു കവറും പിന്നെ അല്ലാണ്ട് ബക്കറ്റിലൊക്കെ ആയിട്ട് മാങ്ങ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാങ്ങയും കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ അവർ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ പെറുക്കി വെച്ച് നമ്മളെ മാവിൻ്റെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ മാവുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള റോഡ് തന്നെയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ വണ്ടിയിൽ അങ്ങനെ എടുത്ത് വെച്ച് പോകാമെന്ന്, കാരണം അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റത്തേക്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ടേ. റോഡ് സൈഡും അല്ല, നമ്മളെ റോഡിലാണ് കേട്ടോ, റോഡിൻ്റെ സൈഡിൽ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വന്ന് ഇവിടെ എൻ്റെ വീട്ടിലേക്കൊക്കെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നേരത്ത് വണ്ടിയിലേക്ക് മാങ്ങ വെക്കാൻ നോക്കുന്ന സമയത്ത് മാങ്ങ കാണുന്നില്ല. ആരോ അത്രയും മാങ്ങ എടുത്തുകൊണ്ട് കേട്ടോ. ഭയങ്കര വിഷമമായി. അതിൻ്റെ ചോട്ടിൽ നിരന്ന് കിടക്കുമ്പോൾ പെറുക്കി കൊണ്ടുവന്ന ഒരു കുഴപ്പമില്ല, എല്ലാവരും കൊണ്ടുപോകാറുണ്ട്, നമ്മളൊന്നും പറയാറില്ല, ഒരു പ്രശ്നവുമില്ല, അത്രയും കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് അവർ വന്ന് കുറേ സമയം കൊണ്ട് പെറുക്കി ഉണ്ടാക്കിയതാണ്. അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ പെറുക്കി ഉണ്ടാക്കിയായിരുന്നു. അത് ആരോ ആ കവറോടൊക്കെ കൊണ്ടുപോകുന്ന പറയുമ്പോഴേ അത് ഭയങ്കര വിഷമമായി പോയിട്ടോ നമുക്ക്. എന്താ വെച്ചാൽ അങ്ങനെ അത് ശരിക്കും ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയായി പോയി. അല്ല അവർ ചോദിച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ എന്നാലും വേണേൽ പെറുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. ആ പെറുക്കി വെച്ചത് കൊണ്ടുപോയി. ദൈവം കാണുന്നുണ്ട് ഇതൊക്കെ, ആർക്കറിയാൻ കൊണ്ടുപോയി ഇതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഫുള്ള് പൊളിച്ച് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പാണ് കേട്ടോ. തേങ്ങ അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ സാധനം, തേങ്ങയും മുളകും കിട്ടുന്നില്ലല്ലോ, തൈരൊക്കെ കൂടെ അരച്ചു. അതിന് ശേഷം ഈ ജീരകമല്ല കടുകുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ചതച്ചെടുക്കില്ലേ, ചതച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമ്മൾ നേരെ ആ ഒരു മാങ്ങ തിളച്ച് വരുമല്ലോ, മാങ്ങ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം സാധാ പോലെ കടുകൊക്കെ ഇട്ടിട്ട് വറവിടുക കേട്ടോ. അപ്പം അമ്മ ഇതുണ്ടാക്കിയ സമയത്ത് കുറച്ച് എരിവ് കുറവാന്ന് തോന്നിയപ്പോൾ വീണ്ടും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഇത് നമ്മുടെ സാധാ മാമ്പഴ പുളിശ്ശേരി വെക്കലാണ്.
കുറച്ച് കറിവേപ്പിലൊക്കെ വെതറിട്ടുണ്ടായിരുന്നേ. ഞാൻ കുറച്ച് മാങ്ങ പെറുക്കിയിട്ട് നമ്മളെ ഊർമിള ഉണ്ണിയവരെ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും വിചാരിക്കും, വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പറയും, പക്ഷെ ഉണ്ടാക്കിയില്ല. ഇനി എന്തായാലും ഉണ്ടാക്കി വെക്കണം. അതിൽ നമ്മൾ നെയ്യിലാണ്, ഇതേപോലെ വെളിച്ചെണ്ണയിലൊന്നല്ല പരിപാടി, നെയ്യിലാണ്. അതേപോലെ തന്നെ ബെല്ലം കൂടെ ഉരുക്കി ഒഴിക്കേണ്ടത്. നമ്മൾ ബെല്ലം മാത്രം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കാറുണ്ട്, തൈരും അതേപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് കുറേ രീതിയിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ വെക്കും. അപ്പോൾ ഇന്ന് അമ്മ അതേപോലെ സാധാ പോലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല മധുരവും കൂടെ വെച്ചതും കൊണ്ടേ അത് കഴിക്കാൻ തന്നെ രസമുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊന്നും ഒരു മാമ്പഴ പുളിശ്ശേരി ഒന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ല. പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല, ഞാൻ 2-3 പ്രാവശ്യം വെച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എരിവ് കുറയാതെ തോന്നിയപ്പോൾ അമ്മ വറവിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന് വെച്ചു. അവിടെ ഞാൻ തന്നെ കാലിട്ടതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് കൊണ്ടാട്ടം കണ്ടോ. നിച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഈ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊന്നും കൊടുത്താൽ കഴിക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ. വന്ന് ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ പെറുക്കി കഴിക്കില്ലേ, വറക്കണേന് മുന്നേ തന്നെ ആ ഒരു ഉപ്പുരസം കൊണ്ടായിരിക്കും അവൻ വന്നിട്ട് ഇതിങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കിയത് അതും കൂടെ വറുത്ത് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ വടുക അമ്മ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കുറച്ചും കൂടെ എന്തായിരുന്നു, ഒരു തുറമാങ്ങ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. നമുക്കിവിടെ വീട്ടിലമ്മ മുരിങ്ങാൻ്റെ ഇല കറി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉപ്പേരിയില്ലേ, ക്യാരറ്റും അതേപോലെ തന്നെ പയറും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള സാധനങ്ങളൊക്കെ പാക്കാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഒരു ഫിറ്റ് കെയർ വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറിൽ മാറാനായിട്ട്, ഉപ്പൂറ്റിൻ്റെ ആ ഒരു സൈഡിൽ കൊണ്ടാവണം, ഉപ്പൂറ്റി തന്നെ ഈ ഒരു ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും, പിന്നെ നമ്മൾ കാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു ഫുഡ് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഏർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫുഡ് സ്ക്രബാണ്. പിമിസ് ആൻഡ് സീ സാൾട്ടാണ് വരുന്നത് കേട്ടോ. വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുണ്ട്. അത് കുറച്ചെടുത്തിട്ട് നമ്മൾ കാലിൻ്റെ എന്താ പറയുക മേലെയായിട്ടും അതേപോലെ തന്നെ അടിയിലും സൈഡും നമ്മുടെ ഉപ്പൂറ്റീൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ ചെയ്തോളൂ. നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആ ഒരു സ്കിൻ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും, ഇത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാനിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു റോളോൺ ആണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. ഈ ക്രീം എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ അണ്ടർ ആം റോളോൺ യൂസ് ചെയ്യില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണിത്. ഇതിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ കാണിക്കണേൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ സ്ക്രബ്ബ് വേറെ തന്നെ ചെയ്യണം. പിന്നെ ഇനി കാണിക്കുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാലൊക്കെ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇത് ബോഡി വൈസിൻ്റെ ആണ് കേട്ടോ. ബോഡി വൈസിൻ്റെ 20% യൂറിയ ഫുഡ് റോളോൺ ആണ്. ടു റിപ്പയർ ക്രാക്ക്ഡ് ഹീൽ, അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് ആൻഡ് സോഫ്റ്റ് ആൻഡ് റഫ് ഫീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് 2 ദിവസത്തേക്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നതായിരിക്കും. ഇത് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഓർഗാനിക് ഫുഡ് ക്രീമാണ്. ഇതും ക്രാക്ക്ഡ് ഹീലിനും അതേപോലെ തന്നെ ഡ്രൈ റഫ് ഹീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കാലൊക്കെ കഴുകിയതിന് ശേഷം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം എവിടെ തട്ടാണ്ടൊക്കെ വെച്ചിട്ടേ പിന്നെ കിടക്കാൻ നേരത്തെ നമുക്കൊരു എന്താ പറയുക സോക്സൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിതൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജൂൺ 5-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ ജൂൺ 10 വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മിസ് ചെയ്യേണ്ട, കയറി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഈ ഒരു വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇതെന്താ വെച്ചാൽ ഇത് ഫുഡ് കെയറിനുള്ള സംഭവമല്ല, പക്ഷേ നമ്മൾ വെയിൽ കൊണ്ടിട്ട് കുറേ പേർക്ക് എന്ത് ചെയ്യും, നമ്മൾ എൻ്റെയൊക്കെ പെട്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ടാനൊക്കെ വരുന്നത് കാലിലാണ് വേഗം അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു സൺസ്ക്രീൻ ഈ ഒരു സണ്ണുമായിട്ട് ആ ഒരു കോണ്ടാക്റ്റ് വരും, ഡയറക്റ്റ് വരുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ടാൻ ആവുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പെട്ടെന്ന് കാലിങ്ങനെ ഇരുണ്ട് പോകുന്നതൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിഷ് കെയറിന് ഞാൻ പറഞ്ഞില്ലേ, വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ബ്രോഡ് സ്പെക്ട്രം അതേപോലെ തന്നെ UVA UVB പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നതായിരിക്കും. ഇതിൽ നാസിനമൈഡ് അതേപോലെ തന്നെ സെറമൈഡ്സ്
ക്യാരറ്റ് സീഡ്, റാസ്ബെറി ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ SPF 50 ഉണ്ട്. പിന്നെ PA+++ ഫോർ എവറി സൺ പ്രൊട്ടക്ഷൻ എഴുതിയിട്ടുള്ളത് 200 ml ഒരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇതൊരു ഫുഡ് ക്രീം തന്നെയാണ്. ഇത് കെമിസ്റ്റ് പ്ലാന്റ് വിത്ത് എസെൻഷ്യൽ സെറാമൈഡ്സ് വരുന്ന 10% യൂറിയ, അതേപോലെ തന്നെ നാച്ചുറൽ AHAs, ഷിയ ബട്ടർ, അമിനോ ആസിഡ് കോംപ്ലക്സ് ഒക്കെ വരുന്ന ഒരു ഡ്രൈ ക്രാക്ഡ് ഹീൽസ് ഫുഡ് ക്രീമാണ്. ക്രാക്സ് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിനെ ഡ്രൈ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും റഫ് സ്കിന്ന് സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രീമും യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കാലൊക്കെ കഴുകുന്നതിന് ശേഷം ഫുൾ നമ്മുടെ ഈ ഒരു കാലിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും ഇതൊക്കെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴേ നമ്മുടെ ഈ ഒരു ഇതിലിട്ട ചെറിയ മീനുണ്ടല്ലോ, അതിലിപ്പോൾ ഒരു 3-4 അങ്ങനെ ചത്തു പോയിട്ടുണ്ടായിരുന്നു. എന്താ പറ്റണേ അറിയില്ല. ഇതേപോലെ തന്നെ ഞാൻ വേറെ ബൗളിലും വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ മീനുകൾക്കൊന്നും കുഴപ്പമില്ല. നമ്മുടെ കുളത്തിലെ മീനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിലിപ്പോൾ ഓൾറെഡി 3 ചത്തു. അതിൽ ഈ ഒരു മീൻ ഉണ്ടല്ലോ, ഇതായിരുന്നു അതിൽ ഏറ്റവും വലിയ മീൻ കേട്ടോ. ഇതിൻ്റെ കുട്ടികളാണ് ശരിക്കും ഈ കാണുന്നതൊക്കെ. ഈ ഒരു മീൻ എത്ര കുട്ടികളുണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രസവം നടന്നിട്ടുള്ളൊരു മീനാണ്. അതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത് തന്നെ. കുറേ കളർ മീനുണ്ടായിരുന്നു, ഇപ്പുറത്തേലൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഈ മീനിൻ്റെ കുട്ടികളാണ്. പക്ഷേ അതാ ഈ മീനിന് ഇപ്പോൾ അവസാനം എന്താ പറ്റിയെന്ന് അറിയില്ല. അതിങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ തല കുത്തിയിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് വീഴുന്നില്ല, അങ്ങനെ വയ്യാണ്ട് കിടക്കുക കേട്ടോ. അതിനെ എപ്പോഴും ഒന്ന് അനക്കി കൊടുത്താൽ കുറച്ച് നേരം ഇങ്ങനെ വട്ടം കറങ്ങി ഓടും. അല്ലാണ്ട് എന്താ അതിന് പറ്റിയെന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഫിഷ് ഫുഡ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഇനി കുളത്തിലേക്ക് ഇടച്ചിട്ടാണ്. അപ്പോൾ അതിന് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കിടക്കണമെന്ന് ഉപയോഗിക്കും ചത്തുപോയി, പക്ഷേ പോയിട്ടില്ല. എന്നാൽ അത് നന്നാ ഉഷാറാവണമില്ല. എന്തായാലും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും അതേപോലെ തന്നെ തുറമാങ്ങ, പപ്പടം, ഉപ്പേരി ഒക്കെ ഉണ്ടായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അച്ഛനൊന്ന് ബത്തേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന സമയത്ത് അച്ഛൻ പഴംപൊരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കഴിച്ചു. പിന്നെ ഇതാ നമ്മൾ മീൻ കണ്ടു. ഞാനിത് ചത്തുപോയോ വെച്ചിട്ട് പോയി നോക്കിയതുകൊണ്ട് അതിൻ്റെ കിടപ്പം കണ്ടപ്പം ഇങ്ങനെ കിടക്കുക ചെയ്യുക. പാവം ഇല്ല, അനങ്ങുന്നുണ്ട്. ഇപ്പം തട്ടിക്കിടത്തപ്പം ഒന്നും കൂടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നേരത്തെ ഞാൻ കുറച്ച് ഒന്ന് പോയി നോക്കിയപ്പം വീണ്ടും അങ്ങനെ ഓടുന്നുണ്ട്. എന്നാലും അത്ര അങ്ങോട്ട് ഉഷാറില്ല കേട്ടോ. ശരിക്കും അവർക്ക് എന്തായിരിക്കും കുഴപ്പമുണ്ടാവുക, എന്തായിരിക്കും ചത്തോണം, ആർക്കെങ്കിലും അറിയുമോ മീനുകൾക്ക് എന്തുകൊണ്ടാണെന്ന്? എന്താ അറിയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കിളിക്കുട്ടീനെ എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കിളിക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് പോയി നോക്കുമ്പോൾ അതിനെ നിരത്തി കൊത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ വീണ്ടും അതിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ കിളി നിന്ന് കൊത്തുന്നുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവരൊക്കെ എന്താണോ പറ്റുന്നത്? എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ബൈ.